എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. ഈ ഓണനാളുകളിൽ കേരളക്കരയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഓണം ഹൈന്ദവന്റേതാണോ അതോ മറ്റിതര മതസ്ഥർക്കും കൂടി ബാധകമായതാണോ? കുന്നംകുളത്തിനടുത്തുള്ള ഇസ്ലാം മാനേജ്മെന്റിന് കീഴിലുള്ള ഒരു സ്കൂളിൽ ഒരു ടീച്ചർ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കയച്ച ഒരു ശബ്ദരേഖ കേരളക്കരയിൽ അതീവ ചർച്ചയ്ക്ക് കാരണമായി എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അതിൽ ഇത് ഇസ്ലാമിന്റെ ആചാരമല്ലെന്നും ഇത് ഹൈന്ദവ ആചാരമാണെന്നും അതുകൊണ്ട് ഇസ്ലാമിന് ഇത് ഹറാമാണെന്നുമുള്ള മട്ടിൽ കൃത്യമായ വിശദീകരണങ്ങൾ ആ ടീച്ചർ അവിടെ കൊടുക്കുന്നുണ്ട്. അത് പൊതുജനം പല വിഷയമായിട്ടാണ് അതെടുക്കുന്നത്. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ നോക്കിയാൽ അവർ പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല. എന്നാൽ ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ അത് വീക്ഷിക്കുമ്പോൾ അതിനകത്ത് തെറ്റുള്ളതായി തോന്നും. കാരണം മലയാളിയുടെ ഐക്യതയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭാഷണമായിട്ടും അതുപോലെ തന്നെ ഒരു വർഗീയത പടർത്താൻ ശ്രമിക്കുന്ന ഒരു ക്ലിപ്പായിട്ടും ഒക്കെ ചിലപ്പോൾ നമുക്കതിനെ വ്യാഖ്യാനിച്ചെടുക്കുവാൻ കഴിയും. പക്ഷെ ഇവിടുത്തെ വിഷയം, അതിനോട് ബന്ധപ്പെട്ട് ശ്രീ കമാൽ പാഷ അടക്കം പലരും പ്രതികരിച്ചിരിക്കുന്ന പ്രതികരണങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിൽ ചിലരെങ്കിലും പറയുന്നത് കേരളം മലയാളിയുടെ ദേശീയ ഉത്സവമാണ്. 2, ഇത് വിളവെടുപ്പിന്റെ ഒരു ഉത്സവമാണ്. പിന്നെ മറ്റൈതിഹ്യങ്ങൾ മാറി നിൽക്കട്ടെ എന്നും പറയുന്നത് കേട്ടു. പള്ളിയിലച്ഛന്മാരും പലരും ഇതിനോട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. റിഞ്ചു അച്ഛൻ എന്ന് പറഞ്ഞിട്ടൊരു അച്ഛൻ ഇതിനിടയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. വാസ്തവത്തിൽ നാമധേയ ക്രൈസ്തവർ കാണിച്ചു കൂട്ടുന്ന എല്ലാ വിവരക്കേടുകളെയും വളരെ ഭംഗിയായി മെഴുകിയെടുക്കുന്നതിൽ വിജയിച്ചിട്ടുള്ള ഒരാളാണ് റിഞ്ചു അച്ഛൻ, മറ്റൊന്ന് പൂവണ്ണത്തിലാണ്. ഇങ്ങനെയുള്ള 1-2 വിരലിലെണ്ണാമെന്നുള്ള അച്ഛന്മാര് സഭകൾ നടത്തിവിടുന്ന എല്ലാ വൃത്തികേടുകളെയും മെഴുകി വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കുന്ന മീഡിയ തൊഴിലാളികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. വാസ്തവത്തിൽ ഈ ഓണത്തിന് മലയാളിയുമായിട്ട് എന്താണ് ബന്ധം എന്നത് ശ്രദ്ധേയമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് മലയാളിയുടെ ദേശീയ ഉത്സവമാക്കി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ആരുടെ അജണ്ടയാണ് എന്നെനിക്കറിയില്ല. കാരണം ഇത് മലയാളിയുടെ ദേശീയ ഉത്സവം അല്ല. ഇത് കൃത്യമായും ഹൈന്ദവന്റേത് തന്നെയാണ്, ഹൈന്ദവ ആചാരപ്രകാരമുള്ളത് തന്നെയാണ്. കേരളത്തിലെ മധ്യഭാഗമായിരിക്കുന്ന എറണാകുളം ജില്ലയിലെ തൃക്കാക്കര കേന്ദ്രമാക്കിയാണ് വാമന ക്ഷേത്രം ഇരിക്കുന്നതും അതിനോട് ബന്ധപ്പെട്ടാണ് ഓണവും ഓണസദ്യയും പൂക്കളങ്ങളും എല്ലാം വരുന്നത്. അതുകൊണ്ട് ഇവകളൊന്നും വാസ്തവത്തിൽ എല്ലാ മലയാളിയും ബാധിക്കുന്നതാണ് എന്നൊന്നും വരുത്തി തീർക്കാൻ ആരും ശ്രമിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. കാര്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് മലയാളി സഹകരിക്കുന്നതായിരിക്കും നല്ലത്. ഓണം എന്ന നിലയിൽ എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർക്ക് ബോണസ് കൊടുക്കുന്നുണ്ട്. എല്ലാ കടക്കാരും വിറ്റഴിക്കൽ പരിപാടിയുടെ ഭാഗമായിട്ട് കച്ചവടങ്ങൾ ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കച്ചവട ഇടപാടുകളും മറ്റിതര സംവിധാനങ്ങളും ചേർന്ന് വരുന്നു എന്നത് ശരിയാണ് എന്ന് വരികിലും ഇത് കൃത്യമായി ഹൈന്ദവന്റെ ഒരു ആചാരം തന്നെയാണ്. അതിനെ മലയാളീകരിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ മലയാളിയും നിർബന്ധമായും ചുമക്കണം എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതിലൊന്നും യാതൊരു അർത്ഥവും കാണുന്നില്ല. ഞാൻ അതിന്റെ 2-3 ആർട്ടിക്കിളുകൾ വായിച്ചു. അതിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ശ്രമിക്കാം. ഒരു ആർട്ടിക്കിൾ ഇങ്ങനെയാണ്: 4500 വർഷത്തെ ചരിത്രമുള്ള കേരളത്തിലെ ഏക വാമന ക്ഷേത്രം, ഓണാഘോഷത്തിന്റെയും കേരള സംസ്കാരത്തിന്റെയും പ്രതീകമായി തൃക്കാക്കര ക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു. കൊച്ചി വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് എറണാകുളത്തെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. മഹാബലിയെ ചവിട്ടാനായി കാലുയർത്തി നിൽക്കുന്ന വാമനനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. 4500 വർഷത്തെ ചരിത്രം പറയാനുണ്ട് ക്ഷേത്രത്തിന്. എല്ലാവരെയും ഒരുപോലെ കണ്ട് മഹാബലി നാട് ഭരിച്ചിരുന്ന കാലം. ദാനമായി മഹാബലിയോട് വാമനൻ ആവശ്യപ്പെട്ടത് 3 അടി മണ്ണ്. ആദ്യ ചുവടിൽ ഭൂമിയും 2ാം ചുവടിൽ സ്വർഗവും. അതാണ് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ ഭൂമി എന്നറിയപ്പെടുന്ന തൃക്കാക്കര ക്ഷേത്രം. ഓണാഘോഷത്തിന്റെയും കേരള സംസ്കാരത്തിന്റെയും പ്രതീകമായി തൃക്കാക്കര ക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു. ചരിത്രപ്രസിദ്ധമായ താളിയോലകളുടെയും ഓണത്തിന്റെ ഓർമ്മകളെയും വിളിച്ചുണർത്തുന്ന ചുവരെഴുത്തുകളും ഇവിടെയുണ്ട്.
പരമശിവന്റെയും മഹാബലിയുടെയും വാമനന്റെയും പ്രതിഷ്ഠകൾ ഒന്നിച്ചു നിലകൊള്ളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രവും ഇതാണ്. തിരുവോണ ദിനത്തിൽ മഹാബലിക്ക് നൽകുന്ന ഗംഭീരമായ വരവേൽപ്പും പിന്നാലെ വിഭവസമൃദ്ധമായ ഓണസദ്യയും അത്തം മുതൽ തിരുവോണം വരെ നീളുന്ന ദശാവതാര ചാർത്തും ഇവിടത്തെ പ്രത്യേകതയാണ്. ഇത് ഒരാർട്ടിക്കിൾ. ഇതിനോട് ചേർന്ന് ഓണാഘോഷത്തോട് ചേർന്ന് ഓണ സദ്യയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം കൂടി പറയാം. തൃക്കാക്കരയിലെ ഓണാഘോഷങ്ങളോടൊപ്പം പ്രസിദ്ധമാണ് തൃക്കാക്കര ഓണസദ്യ. അവസാന ദിവസങ്ങളായ ഉത്രാടത്തിനും തിരുവോണത്തിനും ക്ഷേത്രത്തിലെത്തുന്നവർക്കെല്ലാം സദ്യ നൽകും. പപ്പടം, ഉപ്പ്, പരിപ്പ്, സാമ്പാർ, എരിശ്ശേരി, കാളൻ, അവിയൽ, ഓലൻ, പച്ചടി, കിച്ചടി, അച്ചാറുകൾ, ഇഞ്ചിക്കറി, പാലടപ്രഥമൻ, രസം എന്നിവയാണ് വിഭവങ്ങൾ. 90കളുടെ തുടക്കത്തിലാണ് ഇവിടെ ഓണസദ്യ ആരംഭിച്ചത്. ആദ്യം ക്ഷേത്ര ജീവനക്കാർക്കും ഓണക്കച്ചവടക്കാർക്കും ആനക്കാർക്കും വേണ്ടിയായിരുന്നുവെങ്കിലും 90കളുടെ അവസാനം തിരുവോണത്തിന് വരുന്ന ജനങ്ങൾക്ക് കൂടി തിരുവോണ സദ്യ നൽകാൻ ആരംഭിച്ചു. പിന്നീട് അത് ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്കും തൃക്കാക്കരക്കാർക്കും കൂടിയായി. മറ്റൊന്നുകൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഐതിഹ്യങ്ങളും കെട്ടുകഥകളും കൊണ്ട് നിബിഡമാണ് കേരളമാകമാനം. ഇവിടുത്തെ ഉത്സവങ്ങളും ആചാരങ്ങളും ദൈവങ്ങളും ഒക്കെ ഇമാതിരി ഐതിഹ്യങ്ങളുടെ ചുവട് പിടിച്ചാണ് ഇരിക്കുന്നത് എന്ന കാര്യവും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ മിഷനറിമാർക്ക് ഇവിടെ ഒരല്പം വിലക്കുണ്ട്. ഇവര് പുറത്തിറങ്ങി കാര്യകാരണ സഹിതം വിശദീകരിക്കുന്ന ഒരു ഘട്ടമുണ്ടായാൽ ഇവിടെ നിൽക്കുന്ന ഇതിഹാസങ്ങൾക്കും കെട്ടുകഥകൾക്കും പടിയിറങ്ങേണ്ട അവസരമുണ്ടാകും. അത്തരത്തിലൊരു അവസരമുണ്ടായാൽ അത് ഏറെ ബാധിക്കുന്നത് ഇവിടുത്തെ ബിസിനസ്സുകാരെയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ബിസിനസ്സുകാർ തന്നെയാണ് ഇതിനെ പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തുന്നത്. ഇതിനെതിരെ ഉണ്ടാകുന്ന എല്ലാ വർത്തമാനങ്ങളെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്നതും ഇവിടുത്തെ ബിസിനസ്സുകാർ തന്നെയാണ്. അവരുടെ ബിസിനസ്സുകൾക്ക് ഒരു തടസ്സവും വരുത്താതെ നിർത്തിക്കൊണ്ട് ഞാൻ ഈ ഭാഗം ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓണാഘോഷങ്ങളുടെ കേന്ദ്രബിന്ദുവും മഹാബലി രാജാവിന്റെയും വിഷ്ണുവിന്റെയും 5ാമത്തെ അവതാരമായ ഐതിഹ്യങ്ങളാൽ സമ്പന്നവുമായ എറണാകുളത്തെ ഒരു ആദരണീയ ക്ഷേത്രം, വാമനന് സമർപ്പിച്ചിരിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം. മഹാബലിയുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന തൃക്കാക്കര വിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായ വാമനന് സമർപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം ഇവിടെയാണ്. ആൾവാർമാരുടെ കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന 108 ദിവ്യദേശങ്ങളിൽ അല്ലെങ്കിൽ പവിത്രമായ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശ്രീകോവിലിന്റെ ചുവരുകളിൽ പരമ്പരാഗത ഓണാഘോഷങ്ങളെ ചിത്രീകരിക്കുന്ന അതിമനോഹരമായ കൊത്തുപണികൾക്ക് പേരുകെട്ടതാണ്. ഈ കൊത്തുപണികൾ ഏകദേശം 2500 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഐതിഹ്യങ്ങൾ അനുസരിച്ചും മഹാവിഷ്ണു തന്റെ വാമനാവതാരത്തിൽ പ്രദേശത്തെ മുൻ രാജാവായിരുന്ന മഹാബലിയെ സന്ദർശിക്കാൻ തൃക്കാക്കരയിൽ കാലുകുത്തി അദ്ദേഹത്തെ പാതാളത്തിലേക്ക് അയച്ചു. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് അയച്ചതായി പറയപ്പെടുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. എല്ലാ വർഷവും ഒരു ദിവസം ചിങ്ങമാസത്തിലെ തിരുവോണ ദിനത്തിൽ മഹാവിഷ്ണുവിന്റെ ജന്മദിനം കൂടിയായ മഹാബലിക്ക് തന്റെ നാട് സന്ദർശിക്കാൻ അനുവാദം ലഭിച്ചു. കേരളത്തിലുടനീളം ഓണമായി ആഘോഷിക്കുന്നത് ഈ ദിവസമാണ്. മഹാവിഷ്ണുവിന്റെ ജന്മദിനമാണ് മഹാബലിക്ക് നാട്ടിൽ വരാൻ ഒരു അവസരം കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഓർമ്മയാണ് ഓണം എന്ന് പറയുന്നത്. അതിന് ക്രൈസ്തവരുമായിട്ടോ ഇസ്ലാമുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. 10 ഏക്കർ വിസ്തൃതിയുള്ള വിശാലമായ സ്ഥലത്ത് 2 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് വാമനമൂർത്തിക്ക് സമർപ്പിച്ചിരുന്നതാണെങ്കിലും രണ്ടാമത്തേതിലെ പ്രധാന ദേവൻ ശിവനാണ്. മഹാബലിയുടെ പ്രതിമയും ഇവിടെയാണ്. തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് ഓണം വെറുമൊരു ഉത്സവത്തെക്കാൾ വളരെ കൂടുതലാണ്. മറിച്ച് വർഷത്തെ ഏറ്റവും പവിത്രമായ ദിവസമാണ്. സംസ്ഥാനത്തെ എല്ലാ ഓണാഘോഷങ്ങളുടെയും കേന്ദ്രമാണ് വാമനമൂർത്തി ക്ഷേത്രം. ഒത്തുകൂടുന്ന എല്ലാവർക്കും ഒരു മഹത്തായ പ്രത്യേക ഓണസദ്യ, ദേവനെ അലങ്കരിക്കുന്ന ചാർത്ത്, പകൽപൂരം, ശീവേലി എന്ന് വിളിക്കപ്പെടുന്ന ഘോഷയാത്രകൾ, സാംസ്കാരിക പ്രകടനങ്ങൾ എന്നിവയെല്ലാം 10 ദിവസത്തെ പ്രധാന വാർഷിക ഓണാഘോഷത്തിന്റെ ഭാഗമാണ്. നാടോടി കഥകൾക്കൊപ്പം നാടിന്റെ ചരിത്രത്തിനും ഈ ക്ഷേത്രത്തിന് പ്രാധാന്യമുണ്ട്. കുലശേഖര ചക്രവർത്തിയായ ചേരമാൾ പെരുമാൾ വാമനമൂർത്തി ക്ഷേത്രത്തിൽ എല്ലാ നാടുവാഴി രാജാക്കന്മാരുടെയും വാർഷിക യോഗങ്ങൾ നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. എല്ലാ വർഷവും കർക്കടക മാസത്തിലെ തിരുവോണം മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം വരെയുള്ള ഉത്സവകാലത്താണ് ഈ യോഗം നടന്നിരുന്നത്. ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസത്തെ ഓണാഘോഷത്തോടെയാണ് ഈ 1 മാസം നീണ്ടു നിൽക്കുന്ന വാർഷിക ഉത്സവം അവസാനിച്ചത്.
മൊത്തം 56 പ്രാദേശിക രാജാക്കന്മാരെയും 64 ഗ്രാമത്തലവന്മാരെയും നിരവധി പ്രഭുക്കന്മാരെയും ഈ ഉത്സവത്തിലേക്ക് ക്ഷണിച്ചു. രാജാക്കന്മാർക്ക് തൃക്കാക്കരയിലേക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായപ്പോഴാണ് ചക്രവർത്തി ഓരോ വീട്ടിലും ഓണം ആഘോഷിക്കണമെന്ന് പ്രഖ്യാപിച്ചത്. തൃക്കാക്കര ദേവതയെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഓണാഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് ചേരമാൻ പെരുമാൾ ഭാസ്കര രവിവർമ്മയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തുടർന്ന് ആഘോഷങ്ങൾ സംസ്ഥാനമെമ്പാടും വ്യാപിച്ചു. അപ്പൊ മനസ്സിലായി കാണും, മഹാവിഷ്ണുവിന്റെ ജന്മാവതാരമായി വന്ന വാമനൻ നാട് നന്നായി ഭരിച്ചിരുന്ന രാജാവിനെ ഭൂമിക്കകത്തേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നും മൂപ്പരുടെ ജന്മദിനത്തിന്റെ അന്ന് അയാൾക്ക് വർഷത്തിലൊന്ന് വന്ന് നാട് കണ്ടു പോകാനുള്ളൊരു അവസരം കൊടുത്തിരിക്കുന്നു എന്നും ആണ് ഐതിഹ്യം. ഈ കഥയിലെ ബാക്കി കാര്യങ്ങളൊന്നും ചോദിക്കരുത്. മഹാബലിയെ എന്തിന് ചവിട്ടിത്താഴ്ത്തിയെന്നോ വാമനൻ എന്തിന് ഉടായ്പ് കാണിച്ചെന്നോ ഒരു ചോദ്യങ്ങൾക്കും ഈ കഥയ്ക്കകത്ത് പ്രസക്തിയില്ല. അതുകൊണ്ട് നമ്മൾ അതൊന്നും തൽക്കാലം ചോദിക്കുന്നില്ല. ഒരു കാര്യം തിരിച്ചറിയുക, തൃക്കാക്കരയിലാണ് ഓണത്തോട് ബന്ധപ്പെട്ട കഥ ചമയ്ക്കപ്പെട്ടത് എന്നും അവിടെയാണ് അതിനോട് ബന്ധപ്പെട്ട ഉത്സവങ്ങൾ ആരംഭിച്ചതെന്നും അത്തവും അത്തത്തോട് ബന്ധപ്പെട്ട മറ്റെല്ലാ ഇടപാടുകളും സദ്യയടക്കമുള്ളത് അവിടെ ആരംഭിച്ചതാണെന്നും പിൽക്കാലത്ത് ആൾക്കാർക്ക് അവിടെ ചെന്നെത്താൻ കഴിയാതെ വന്നപ്പോൾ സദ്യ വീട്ടിലുണ്ടാക്കിക്കോളാനും വേണ്ടി വന്നാൽ അത്തവും വീട്ടിലിട്ടോളാൻ പറഞ്ഞതും ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഇതിൽ 10 തട്ടുകളുള്ള ഒരു സ്തൂപം മോഡൽ ഒരു സാധനത്തെ ചുറ്റിപ്പറ്റിയാണ് മറ്റ് അത്തവും ക്രമീകരണങ്ങളും. ആ 10 തട്ടുകളും 10 ദേവന്മാർക്ക് വേണ്ടിയുള്ളതാണ് എന്നുമാണ് ഐതിഹ്യം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് പള്ളികൾക്കകത്ത് പോലും അത്തമിടുന്ന ഒരു തലത്തിലേക്ക് കഥ എത്തിയിരിക്കുന്നു. അതിന്റെ നടുവിൽ 10 തട്ടുകളായി വച്ചിരിക്കുന്ന സംവിധാനത്തിന് ഹൈന്ദവ 10 ദൈവങ്ങളുമായി ബന്ധമുണ്ട് എന്ന വസ്തുത നമ്മൾ ആരും വിസ്മരിക്കാൻ ശ്രമിക്കേണ്ട. അതുകൊണ്ട് തന്നെ അത്തമാണ് മലയാളിയുടെ ദേശീയ ഉത്സവമാണ് എന്ന് പറഞ്ഞ് ഈ സാധനമൊന്നും സഭകൾക്കകത്തേക്ക് വലിച്ചുകൊണ്ട് വരരുത്. ഇവകൾക്ക് കർത്താവുമായിട്ടോ വചനമായിട്ടോ ക്രൈസ്തവനുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അവകളെ കണ്ടിട്ട് കണ്ണുമൂടിയിരിക്കാൻ നമ്മൾ തയ്യാറാകരുത്. അങ്ങനെ ഇതിനോട് ബന്ധപ്പെട്ട ആൾക്കാർ അവരുടെ വീട്ടിൽ ഓണസദ്യ ഉണ്ടാക്കുമായിരുന്നു. സദ്യയിൽ നോൺ വെജ് അവർ ഒഴിവാക്കിയിരുന്നു. മുഴുവൻ വെജിറ്റേറിയൻ മാത്രമായിരുന്നു. അത്തവും പൂക്കളങ്ങളും ബാക്കി ഇടപാടുകളും തൃക്കാക്കര ചെന്ന് ചെയ്യാൻ കഴിയാത്തവർക്ക് വീട്ടിലിടാൻ ഒരു അനുവാദം കൊടുത്തിരുന്നു. ഇന്ന് നാട്ടിലുടനീളം ഇത് ചെയ്തു വരുന്നു. ക്രൈസ്തവരും ഇന്ന് ആ ദിവസങ്ങളിൽ അറിയാതെ ഇലയിൽ ഊണ് കഴിക്കുന്ന സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത് അറിഞ്ഞോ അറിയാതെയോ ഹൈന്ദവ ദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഏടാകൂടങ്ങളാണെന്ന് അറിഞ്ഞിരിക്കണം, അറിയാതിരിക്കരുത് എന്ന് മാത്രം. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുന്ന ഒരു പൊങ്കാലയുണ്ട്, ആറ്റുകാൽ പൊങ്കാല. അതിങ്ങനെ നീണ്ടു ദൂരേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ ദിനങ്ങളിൽ ആൾക്കാർ വീട്ടിലിടുന്ന സംവിധാനവും ഉണ്ടായിട്ടുണ്ട്. നാളുകൾ ചിലത് കഴിയുമ്പോൾ ഇത് കേരളത്തിന്റെ ഉത്സവമാണ് എന്നും വീട്ടിൽ പായസം വെക്കുന്നത് തെറ്റില്ല എന്നും ഏതെങ്കിലും മിടുക്കന്മാർ പറഞ്ഞു പ്രചരിപ്പിക്കുവാൻ തുടങ്ങിയാൽ വരും കാലത്ത്, നമ്മുടെ കാലത്ത് സംഭവിച്ചിട്ടില്ലെങ്കിലും കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഒരു 3-4 ജനറേഷൻ പുറകിലേക്ക് ചെല്ലുമ്പോൾ ഇതും കേരളത്തിലെ ദേശീയ ഉത്സവമാക്കി ഇവർ മാറ്റുമെന്നതിന് സംശയമൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ വിശുദ്ധ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവമക്കളായിരിക്കുന്നവർക്ക് മാത്രമേ ഇവകൾ ഹറാമായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അവർക്ക് ഓണം മാത്രമല്ല, ബക്രീദും റമസാനും ക്രിസ്തുമസും എല്ലാം അതിനോട് ചേർന്ന് വേറെയൊക്കെ ഉണ്ടല്ലോ. ഈസ്റ്റർ ഉണ്ട്, ദുഃഖവെള്ളിയുണ്ട്. ഇവകളെല്ലാം ദൈവമക്കൾക്ക് ഹറാമാണ്. ദൈവമക്കൾക്ക് ഇവകളൊന്നും ചെയ്യേണ്ടുന്ന യാതൊരു കാര്യവുമില്ല. ഇവകളെല്ലാം ജാതീയ ആചാരങ്ങളാണ്. ഇവകൾ ജാതീയ ദേവന്മാരുമായി ബന്ധപ്പെട്ടവകളാണ്. ഇവകൾക്കൊന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവവുമായിട്ടോ ആ ദൈവത്തിന്റെ രക്ഷണ്യ പദ്ധതിയുമായിട്ടോ ബന്ധപ്പെട്ട് ഇവകൾക്ക് യാതൊരു റോളുമില്ല എന്ന വസ്തുത ജനം ദയവായി തിരിച്ചറിഞ്ഞിരിക്കണം. അത്തം എന്നുള്ളത് ഹൈന്ദവ ദേവന്മാരെ പ്രസാദിപ്പിക്കുവാൻ ചെയ്യുന്ന ഇടപാട് തന്നെയാണ്. അന്ന് നടത്തുന്ന ഇലയിൽ നടത്തുന്ന സമ്പൂർണ്ണ വെജിറ്റേറിയൻ ആഹാരവും അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഇന്നത്തെ പൊങ്കാലയ്ക്ക് സമാനമായതാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ പിതാക്കന്മാരിൽ ചിലരെങ്കിലും ഓണത്തിന് ബോണസായി നൽകുന്നവകളെ വാങ്ങാറുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഓണം ആഘോഷിക്കാത്തത് കൊണ്ട്, ആ ആഘോഷത്തിന് നമ്മളുമായി ബന്ധമില്ലാത്തത് കൊണ്ട് അവകളെ തിരസ്കരിച്ചിരുന്നു. ഓണത്തിന് ഗവൺമെന്റ് നൽകുന്ന സ്പെഷ്യൽ കിറ്റുകളെയും നമുക്ക് ഓണാഘോഷമില്ല, അതുകൊണ്ട് ആ കിറ്റുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവഗണിച്ചിരുന്നു. അവകൾക്കെല്ലാം ഇന്ന് വ്യത്യാസം വന്നിരിക്കുന്നു. ആൾക്കാർ ഇതെല്ലാം സ്വീകരിക്കുന്ന തലത്തിലേക്ക് മാറിയിരിക്കുന്നു. ബോണസ് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് നൽകുന്ന സ്പെഷ്യൽ സാധനങ്ങളും സ്വീകരിക്കുന്ന സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നു.
അതുപോലെ തന്നെ കുറേശ്ശെയായി ഓണം ദിവസങ്ങളിൽ അതിനോട് ചേർന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതിനും ആൾക്കാർക്ക് മടിയില്ലാതായിരിക്കുന്നു. ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ഒക്കെ കുഞ്ഞുങ്ങൾ അത്തത്തിന് ചിലവെടുക്കുകയും അത്തത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ആ പരിപാടികൾക്ക് പങ്കുകൊള്ളുകയും ചെയ്യുന്നതായും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇവകൾ ക്രൈസ്തവമല്ല എന്നും ദൈവീകമല്ല എന്നും വചനപ്രകാരമുള്ളതല്ല എന്നും കൃത്യമായി തിരിച്ചറിഞ്ഞ് തന്നെ മുൻപിലേക്ക് പോകണം എന്ന വസ്തുത നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒരിക്കലും മലയാളി മുഴുവൻ അനുസരിച്ചിരിക്കേണ്ട, എല്ലാവരും ആഘോഷിച്ചിരിക്കേണ്ട നിർബന്ധമായ ഒരു ദേശീയ ഉത്സവമല്ല ഓണം എന്ന് പറയുന്നത്. ഓണം ഇവിടുത്തെ ഹൈന്ദവ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നത് തന്നെയാണ്. അതിനോട് ബന്ധപ്പെട്ട കഥകളുടെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു പിടിപ്പിക്കാൻ കഴിയാതെ ഇന്ന് അവരുടെ പ്രഗത്ഭന്മാർ വിഷമിക്കുന്നതാണ് നമ്മൾ കാണുന്ന രംഗം. അതുകൊണ്ട് കെട്ടുകഥകളുടെ പുറകെ നടന്ന് ജീവിതം പാഴാക്കാതിരിക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൽ യോശുവ ഭക്തൻ ഇസ്രായേൽ മക്കളെ കനാൻ നാടിൽ കൊണ്ടെത്തിച്ചിട്ട് 23-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പാനും അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കും. നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജാതികളോട് നിങ്ങൾ ഇടകലരരുത്. അവരുടെ ദേവന്മാരുടെ നാമം ജപിക്കുകയും അത് ചൊല്ലി സത്യം ചെയ്യുകയും അരുത്. അവയെ സേവിക്കുകയും നമസ്കരിക്കുകയും അരുത്. നിങ്ങൾ ഇന്ന് വരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പിൻ. ഇത് വളരെ കൃത്യമായ ഇസ്രായേലിന് കൊടുത്ത താക്കീതാണ്. ഈ താക്കീത് കാറ്റിൽ പറത്തിയത് കൊണ്ടാണ് ഇസ്രായേൽ ഇന്നും ഈ ദുരിതം അനുഭവിക്കുന്നത്. താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവം തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്. നിങ്ങൾ ഇവിടെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. നിങ്ങൾ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതിയെന്നും. 12 മുതലുള്ള വാക്യങ്ങളിൽ അല്ലാതെ നിങ്ങൾ വല്ല പ്രകാരവും പിന്തിരിഞ്ഞ് നിങ്ങളുടെ ഇടയിലുള്ള ശേഷം ജാതികളോട് ചേർന്ന് വിവാഹ സംബന്ധം ചെയ്യുകയും നിങ്ങൾ അവരോടും അവർ നിങ്ങളോടും ഇടകലരുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളകയില്ലെന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കെണിയും വിലാപ്പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളും ആയിരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. വളരെ കൃത്യമായി ഈ പറഞ്ഞ വാക്യങ്ങൾ കാറ്റിൽ പറത്തിയ ഇസ്രായേൽ ഇന്നും ഗതികെട്ട അവസ്ഥയിൽ ഓടി നടക്കേണ്ടി വരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഈ കൽപ്പന വിട്ട് എന്ന് ഇസ്രായേൽ പിന്മാറിയോ അന്ന് ഇസ്രായേലിനെ വീണ്ടെടുക്കാൻ പ്രവാചകന്മാരെ വിട്ടു, രാജാക്കന്മാരെ കൊടുത്തു, ന്യായാധിപന്മാരെ കൊടുത്തു. ആരും പറഞ്ഞത് കേൾക്കാതെ വരുമ്പോൾ രാജാവായി, പുരോഹിതനായി, ന്യായാധിപതിയായി ഒക്കെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വെളിപ്പെട്ടു. യേശുവിനെയും സ്വീകരിക്കാതെ വരുന്ന ഘട്ടത്തിലാണ് കർത്താവ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി രക്ഷ ഒരുക്കി വച്ചിട്ട് കർത്താവ് മടങ്ങിപ്പോയത്. ആ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ കഴിയാതെ വരികയും കർത്താവ് നേരിട്ട് യോശുവയിലൂടെയും മോശയിലൂടെയും ഒക്കെ സംസാരിച്ചത് ജനം ശ്രദ്ധിക്കാതെ വരികയും ചെയ്ത ഘട്ടത്തിലാണ് ദേശത്തെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി യഹൂദ മതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ക്രിസ്തുവും ഒക്കെ തെറ്റാണെന്ന് വിളയിക്കുവാൻ വേണ്ടി ഒരു കള്ളപ്രവാചകൻ രംഗപ്രവേശനം ചെയ്തത്. ആ കള്ളപ്രവാചകന്റെ നേതൃത്വത്തിൽ ഇന്ന് ദേശത്തിലാകമാനം ക്രൈസ്തവ വിരുദ്ധ, ക്രിസ്തു വിരുദ്ധ ഉപദേശങ്ങൾ കൊടികുത്തി വാഴുകയാണ്, പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഇവിടെ വളരെ ഗൗരവത്തോടു കൂടി ഞാനും നിങ്ങളും കാര്യം തിരിച്ചറിയണം. ജാതികളോട് ഇടകലരരുത്, അവരുടെ ദേവന്മാരെ സേവിക്കരുത്, അവരുടെ ആചാരങ്ങളെ പിന്തുടരരുത്. ശലോമോനത് കെണിയായി എന്ന് നിങ്ങൾ അറിയണം. ശലോമോൻ ജാതീയ സ്ത്രീകളെ സ്നേഹിച്ചതുകൊണ്ട് ശലോമോന് സംഭവിച്ചത്, ശലോമോൻ സീദോന്യ ദേവിയായ അസ്തോരോത്തിനും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിക്കേണ്ടതായി വന്നു. അതുപോലെ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോഷിനും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനും മോലേക്കിനും പൂജാഗിരി പണിത് കൊടുക്കേണ്ടതായി വന്നു. ശലോമോൻ ദൈവത്തിന് പണിത ആലയം പിൽക്കാലത്ത് തകർക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നെത്തി. പൗലോസ്ലീഹൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ 14 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണകൂടരുത്. നീതിക്കും അധർമ്മത്തിലും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തു കൂട്ടായ്മ, ക്രിസ്തുവിനും ബിലയാലിനും തമ്മിൽ എന്തു പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. വാക്ക് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ നടുവിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. വളരെ കൃത്യമാണ്. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുമെന്ന് പറയുമ്പോൾ അത്തത്തിന്റെ പുറത്തിരിക്കുന്ന നിങ്ങളുടെ കൂടെ എങ്ങനെ ദൈവത്തിന് ഇരിക്കാൻ കഴിയും?
അത്തം ഇവിടുത്തെ ജാതീയ ആചാരമാണ് എങ്കിൽ, അത്തം ഇവിടുത്തെ ലോക്കൽ ദൈവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ, അവകൾ സത്യദൈവവുമായി ബന്ധമില്ലാത്തവയാണ് എങ്കിൽ, ഏകസത്യദൈവം നമ്മോടൊപ്പം നടക്കുമെന്നും നമ്മുടെ കൂടെ വസിക്കുമെന്നും പറയുമ്പോൾ നമ്മൾ ജാതീയ വിഗ്രഹങ്ങളുടെ കൂടെ നിന്നാൽ, അവകളുടെ ആചാരം നടത്തിയാൽ എങ്ങനെ നിൽക്കുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവരുടെ നടുവിൽ നിന്ന് വിട്ടുപോരുവാൻ, മാറി നിൽക്കാൻ, വിശുദ്ധി സൂക്ഷിക്കാൻ തിരുവെടുത്ത് അടിവരയിട്ട് നമ്മളോട് പറയുമ്പോൾ അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കേരളത്തിന്റെ പേര് പറഞ്ഞും മലയാളിയുടെ പേര് പറഞ്ഞും നാടിന്റെ സ്നേഹവും ഭാഷയുടെ സ്നേഹവും ഒക്കെ കാണിച്ചുകൊണ്ട് കർത്താവിനെ, നമ്മളെ പാപത്തിൽ നിന്നും നരകത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ വന്ന കർത്താവിനെ ഉപേക്ഷിച്ച് നാശത്തിലേക്ക് ഇറങ്ങി പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്. കേരളത്തിലെ ഐതിഹ്യങ്ങൾ അപകടം പിടിച്ചവകൾ തന്നെയാണ്. സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെ മറന്നിട്ട് കേരളം മാത്രം പരശുരാമൻ കോടാലി എറിഞ്ഞു സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുണ്ടാക്കാൻ ഒരു ഉളുമ്പും മലയാളിക്കുണ്ടായിട്ടില്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഒരവതാരം ഇവിടേക്ക് വന്ന് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന അസുര രാജാവിനെ ചവിട്ടി താഴേക്ക് വിട്ടു എന്നും, അയാളുടെ ജന്മദിനത്തിന് ആണ്ടിലൊരിക്കൽ മടങ്ങി വരാൻ അവസരം കൊടുത്തിട്ടുണ്ട് എന്നും, അന്ന് എല്ലാ വീടുകളിലും പൂക്കൾ വിരിച്ചു കൊള്ളണമെന്നും, എല്ലാ വീടുകളിലും സദ്യ ഒരുക്കിക്കൊള്ളണമെന്നും, എല്ലാ വീട്ടുകാരും നല്ല പുത്തൻ ഉടുപ്പിട്ട് കൊള്ളണമെന്നും ഇവിടത്തെ ഐതിഹ്യവും അതിനോട് ബന്ധപ്പെട്ട ആൾക്കാർ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അതിനൊത്തവണ്ണം കോലം കെട്ടേണ്ട ഗതികേട് ആത്മീകനില്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്. ഞാൻ നിങ്ങളോട് സംസാരിച്ചത് വചനാടിസ്ഥാനത്തിലാണ്. എന്തെങ്കിലും പാകപ്പെട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ യു കൻ ഈസിലി കമന്റ് വിത്ത് എവിഡൻസസ്. കൃത്യമായ തെളിവുകളോടുകൂടി സംസാരിക്കണം. അല്ലാതെ ചീത്ത പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കൃത്യമായി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാപത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ലോകത്തിൽ നമ്മളെ വീണ്ടെടുക്കാൻ വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ജീവന്റെ മാർഗത്തിലൂടെ യാത്ര ചെയ്ത് നിത്യതയ്ക്കൊരുങ്ങാം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടു പോകുവീൻ. വളരെ കൃത്യമായി അറിയണം, അവരുടെ പാപത്തിൽ പങ്കാളിയാകരുത്. പാപത്തിൽ പങ്കാളിയായാൽ അവരുടെ ബാധ നമ്മൾ സ്വീകരിക്കേണ്ടതായി വരും, ശിക്ഷ നമ്മൾ മേടിക്കേണ്ടതായി വരും. അതുകൊണ്ട് ഓണം ഐതിഹ്യങ്ങളിലൂടെ വന്ന കേരളത്തിലെ സംസ്കാരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ക്ഷേത്രത്തോടും ഹൈന്ദവ ദൈവങ്ങളോടും ചേർന്ന് കിടക്കുന്ന ഒരു ഉത്സവമാണ്. ആ ഉത്സവം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് സ്വീകരിച്ചു വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനോട് ചേരാൻ മുഴുകൽ സ്നാനമെടുത്ത് അല്ലെങ്കിൽ വിശ്വാസ സ്നാനമെടുത്ത് കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗഭാക്കികളാകുവാൻ കർത്തൃമേശ സ്വീകരിച്ച് കൂട്ടായ്മയും അപ്പസ്തലന്മാരുടെ ഉപദേശത്തിലും നിലനിന്ന് നിത്യതയ്ക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരാൾക്ക് ഭൂഷണമല്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞിരിക്കണം. ഓണത്തിന് വില കുറവിന് വസ്ത്രം കിട്ടുമെങ്കിൽ വാങ്ങാമായിരിക്കാം, വില കുറവിന് മറ്റിതര സാധനങ്ങൾ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാമായിരിക്കാം. പക്ഷേ ഇതിലെ ഐതിഹ്യങ്ങളോടോ ദൈവങ്ങളോടോ ബന്ധപ്പെട്ട് വരുന്ന എല്ലാവകളിൽ നിന്നും അറിഞ്ഞുകൊണ്ട് മാറി നിൽക്കേണ്ട ഉത്തരവാദിത്വം ദൈവമക്കൾക്കുണ്ടെന്ന് തിരിച്ചറിയണം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.